ഇറാൻ ആക്രമണത്തിന്റെ 8ാം ദിവസം സെൻട്രൽ ഇറാനെയും വെസ്റ്റേൺ ഇറാനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയത്. 400-ലധികം വരുന്ന സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിമാരകമായ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 80 ഫൈറ്റർ ജെറ്റുകൾ ഒന്നിച്ചാണ് ഇറാനെ ആക്രമിച്ചതെങ്കിൽ ഇന്ന് അതിനേക്കാൾ മാരകമായ ആക്രമണമാണ് ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ സൈന്യം നടത്തിയത്. മധ്യ ഇറാനിലേക്കും അതുപോലെ തന്നെ വെസ്റ്റേൺ ഇറാനിലേക്കുമുള്ള ആക്രമണങ്ങളിൽ 400 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ഇതിൽ മിസൈൽ നിർമ്മാണ ഫാക്ടറികൾ, അതുപോലെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ, മിസൈൽ ശേഖരങ്ങൾ, അതുപോലെ സായുധ കേന്ദ്രങ്ങൾ, സായുധ പരിശീലന കേന്ദ്രങ്ങൾ എന്നുവേണ്ട സൈനികപരമായി ബന്ധപ്പെട്ട ഒട്ടനവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം. ഇറാനെ താൽക്കാലികമായി ആക്രമിച്ച് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഈ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് ഇതിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. 8 ദിവസങ്ങളായി ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഇതിനകം തന്നെ 3500ഓളം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്കയും ഇസ്രായേലും തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇത് സാധാരണ യുദ്ധമല്ല, കേവലം ഒരു ആക്രമണമോ ആക്രമണത്തിൻ്റെ സൂചനയോ അല്ല, മറിച്ച് ഒരു രാജ്യത്തിനെ സൈനികപരമായി ഇല്ലാതാക്കാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇറാനെ പരിപൂർണമായും ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ യൂണിവേഴ്സിറ്റി പരിപൂർണമായും ഇല്ലാതാക്കിയിരുന്നു. അതുപോലെ തന്നെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ, ഏറ്റവും അധികം ഇറാന്റെ കരുത്ത്, സൈനിക കരുത്ത് എന്ന് പറയുന്നത് ഡ്രോണുകളും അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകളുമാണ്. 4000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള ശത്രുവിൻ്റെ ലക്ഷ്യത്തെ കൃത്യമായി ഭേദിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത്. ആ ഇറാന്റെ കരുത്തിൻ്റെ ഉറവിടത്തെ പരിപൂർണമായി നശിപ്പിക്കാൻ കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് സാധിച്ചു. ഇന്നും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ആണവ ശേഖരത്തെ ലക്ഷ്യമിട്ട്, ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ അതീവ മാരകമായ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായി എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ പരിപൂർണമായും സൈനികപരമായി ഇല്ലാതാക്കുക, ഇറാന്റെ ആണവ ശേഖരത്തെ പൂർണ്ണമായും നശിപ്പിക്കുക, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ പരിപൂർണമായും നശിപ്പിക്കുക, ഇറാന്റെ ഡ്രോൺ ശേഖരത്തെ പരിപൂർണമായും നശിപ്പിക്കുക. അങ്ങനെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സൈനിക പ്രതിരോധ ശക്തിയെ, സൈനിക പ്രത്യാക്രമണ ശക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ഇതിലൂടെ വ്യക്തമാണ്. ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറാനെ സമ്പൂർണമായി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു. അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ എന്ന രാജ്യം. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരമായി അവർ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ 3500 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ.